ഹായ് ഗൈസ്, ചെറിയൊരു 2 മണിക്കൂറിൻ്റെ ഒരു ഉറക്കം പാസ്സാക്കി. എല്ലാവരും ഒന്ന് ഫ്രഷായി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആവാനായി. 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് തുടങ്ങിയതാണ് ഓരോ പരിപാടികൾ. ഇപ്പോൾ 5:30 ആയപ്പോഴത്തേക്ക് സെറ്റായി. ഇനി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ രാവിലെ സ്ട്രൈറ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. എനിവേ ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും സെറ്റാണ്, ഓൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് കയറാനുള്ള പരിപാടി നോക്കാം. ഓൾ സെറ്റാണ്. നല്ല കാറ്റാണല്ലോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓൾ സെറ്റായി. അപ്പോൾ വണ്ടി എടുക്കുകയാണ്. നമുക്ക് എത്ര മണിക്കൂറാണ് കാണിക്കുന്നത് ഡെസ്റ്റിനേഷനിൽ? 3.5 മണിക്കൂറോട്ടാണ് കാണിക്കുന്നത്. പരമാവധി നിർത്താതെയൊക്കെ പോയാലേ കുറച്ച് നേരത്തെ അവിടെ എത്താനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോ സമയം ഇവിടെ സമയം എത്രയാടാ? ഓക്കെ, ഏകദേശം ഡേ ലൈറ്റിംഗ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. നല്ല ഒരു കിഡിലെ വ്യൂ ആണ്. എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കിഡിലെ വ്യൂ. ആ ഒരു 2 സൈഡായിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഡേ ലൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. നമുക്ക് എന്തായാലും ഇതൊന്ന് കാണാം. യെസ്, മീഡിയം ഡബിൾ. നമ്മുടെ ഒരു കോഫി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ടിമോട്ടിൻസ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ടിമോട്ടിൻസ് നമ്മൾ ഡ്രൈവ് ത്രൂവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നമ്മുടെ കോഫി ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാർക്കിങ്ങിൽ ഇരുന്നിട്ട് ഇപ്പം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ത്രൂവിൽ പോയിട്ട് നമ്മുടെ കോഫി കളക്ട് ചെയ്യാം. Hi there. Good morning. What can I get for you today? Okay, mobile order. What's the name for Okay, the mobile order? 9619. Sorry? Yasir. 9619 Yasir. Okay, come on up. Okay, thank you. നമ്മൾ മൊബൈൽ ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് അവിടെ ആ ഓർഡർ നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്ക് അവിടുന്ന് കോഫിയൊക്കെ കളക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നെസ്രിയും ചിപ്പിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇന്ന് രാവിലെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ആൾക്കാരല്ലേ? അപ്പോൾ
നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ലൊക്കേഷനിൽ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വിൻ്ററിൻ്റെ ആ ഒരു പീക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ വെതറാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. -15, അതായത് ഫീൽസ് ലൈക്ക് വരുന്നത് -21 ഇവിടെ ഫീൽസ് ലൈക്ക് വരുന്നത്, -21 ഫീൽസ് ലൈക്ക്. ഈ ഒരു നല്ല തണുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് എനിക്ക് നിൽക്കാൻ പറ്റണത്, അല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല, അത്ര തണുപ്പുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ നോർത്ത് ബേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. ഓക്കെ, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടല്ലേ? ഞങ്ങളോ? ഓൺലൈൻ ക്ലാസ്സിൽ ഞങ്ങള് ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഓൺലൈനിലൂടെ പരിചയപ്പെട്ട് ലാസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യാൻ 2 വർഷം കഴിഞ്ഞല്ലോ മീറ്റ് ചെയ്ത്. 2 വർഷത്തിന് ശേഷം ഓക്കെ, വീണ്ടും ഇപ്പൊ മീറ്റ് ചെയ്യണേ. സെറ്റ് ഇവിടേക്ക് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഹൈറ്റ്, ഇത്ര ഹൈറ്റിലൊന്നും നമ്മുടെ ടൊറന്റോയിലൊന്നും ഇല്ല. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിന്. അയ്യോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യത്തെ പ്ലാന് എന്താ നമ്മളെ പരിപാടി ഒന്ന് പറഞ്ഞാൽ? ഐസ് ഫിഷിംഗ് ആണ്. ഐസ് ഫിഷിംഗ് ഇവിടുന്ന് ഒരു ഏകദേശം എത്ര മിനിറ്റ് ഉണ്ട് നമുക്ക് ട്രാവൽ? 25 മിനിറ്റ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പയ്യന് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ്? ഫ്രോസൺ ലേക്കിൽ നമ്മൾ മീൻ പിടിക്കാൻ പോകണം. അതെ, അതെന്താന്നുള്ള അറിയില്ല. ഫ്രോസൺ ലേക്കിലേക്കാണ് പോണത്. ആ ലേക്കിൽ നിന്ന് നമ്മൾ മീനൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഫിഷിങ്ങിന് ഇറങ്ങുകയാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു നല്ലൊരു അടിപൊളി വെതറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അടിപൊളി വെതർ കിട്ടിയതിൽ തന്നെ നല്ലൊരു കിട്ടലാണ്, നല്ലൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ വെതറിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫിഷിങ്ങിന് പോവാണ്. ചാനലിന് പേരിട്ടിട്ടില്ല. ഇത് ഇപ്പൊ യാസിർ പറഞ്ഞ പോലെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ അതിനൊരു പേരിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാണ്. അപ്പം ഈ ഒരു ടോട്ടൽ ഈ ഒരു ഐസ് ഫിഷിങ്ങും അതുപോലെ തന്നെ ഈ നോർത്ത് ബേ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യണ എന്തായാലും വ്ലോഗ് ചെയ്യും. അത് വ്ലോഗ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ളത് അതിലൂടെ കാണാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മള് പോകുന്ന 5 സ്റ്റാർ ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ആളുടെ പ്രോപ്പർട്ടിക്കുള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ ഡ്രൈവേ ആണത്. ഇതിനകത്ത് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. അടിപൊളിയാണ് ഇത് കേട്ടോ. ഇത് വേറെ മൂഡ്, ഫുള്ളായിട്ട് സ്നോ ആണല്ലോ. റോഡ് എന്ന് പറയുന്നത് തന്നെ സ്നോ ആണ്. അങ്ങനെ നമ്മൾ പുള്ളിക്കാരൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സെറ്റ് അടിപൊളി ഒരു സ്പോട്ടാണ്, നല്ല കിടിലൻ സ്പോട്ട്. അങ്ങനെ നമ്മൾ നമ്മളെ ലൊക്കേഷനിൽ എത്തി. ഒരു എന്താ പറയുക, ഇത്രത്തോളം ചുറ്റിനും ഇത്രത്തോളം മഞ്ഞായിട്ടുള്ള ഫസ്റ്റ് ടൈമിലാണ് ഇവിടെ കാനഡയിൽ എത്തിയതിന് ശേഷം ഇത്രത്തോളം മഞ്ഞുള്ള ഒരു സ്പോട്ടിലെത്തിയിട്ടുള്ളത്. ഇനി പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേക്കിൽ പോയിട്ട് ഫിഷിംഗ് ആണ് പ്ലാന്. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോവാണ്. ആരാണ് നമ്മളെ കൂടെ വരാൻ പോകുന്നതും എല്ലാം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട എക്സൈറ്റഡ് ആണ്. ഒരു രക്ഷയില്ല, വേറെ ഒരു ഫീലിങ്സ്, എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുമല്ലോ. നൈസായിട്ട് ഇതൊക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ഇതാ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം നമ്മളവിടെ ഒന്നും ഈ ഒരു പീക്ക് ലെവൽ വിൻ്റർ കിട്ടിയിട്ടില്ല. ഈ ഒരു വിൻ്റർ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഇതൊന്ന് പക്കാ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഓക്കെ,
നമ്മൾ ജ്യോതിഷ് ബ്രോ ആൾക്കാരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് നമ്മുടെ കൂടെ വരുന്നത്. എന്തായാലും ഓക്കെ ഗൈസ്, നമ്മൾ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഫിഷിങ്ങിന് പോണത്. Can you please say something about this? We're Please. going ice fishing, okay? Okay. Guys, have a good day. ഓക്കെ, നൈസ്. എല്ലാവരും കൂടെ സെറ്റായിട്ട് കയറി ഇരിക്കുന്നുണ്ട്. ഗായ്സ്, എങ്ങനെയുണ്ട് തണുപ്പൊക്കെ? എങ്ങനെയുണ്ട്? കട്ട സീൻ തണുപ്പാണ്. ആള് ക്ലോസ് ചെയ്തു. എവിടെ കമ്പി? ഓക്കെ, ഈ വണ്ടി ഇതെങ്ങനെയാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു സ്ലേ ആണ്. ഓക്കെ, ഈ സ്ലേയിലാണ് നമ്മള് ലേക്കിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ ലേക്കും അതിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. എന്തായാലും വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ലേക്കിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഓ, അപ്പൊ ഗൈസ് എന്തൊക്കെയാണ്, അല്ല നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്താന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? യാസ്ര, എന്താ അവസ്ഥ? ഞാൻ ഈ ലേക്കില് കഴിഞ്ഞ സമ്മറിൽ വന്നിട്ടുണ്ട്, അന്നിവിടെ കുളിച്ചിട്ടുണ്ട്. ആ ലേക്കിന്റെ മുകളിലൂടെ ഇപ്പോ നമ്മള് ഫ്രോസൺ ലേക്കിന്റെ മുകളിലൂടെയാണ് ഇപ്പൊ വണ്ടി ഓടിച്ച് പോണത്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാനിങ്ങനെ അന്ത വിട്ടിരിക്കണം. അടിപൊളി. ചിപ്പി, തണുപ്പ് എങ്ങനെയുണ്ട്? ഫുൾ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പതാ വണ്ടി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ആശാമാര് വണ്ടി ഓടിച്ച് കൊണ്ടുപോകുന്നുണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക്. അവിടെ എത്തിയിട്ട് അവിടെയാണ് ഐസ് ഫിഷിങ്. അവിടെ ഓരോ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കാണാം. എന്തായാലും ഇതൊരു വേറിട്ടൊരു യാത്ര തന്നെ. ആദ്യമായിട്ടുണ്ട്. നമ്മുടെ സാന്റാക്ലോസ് ഒക്കെ പോകുന്ന വണ്ടി ഉണ്ടല്ലോ, അതാണ് ഈ വണ്ടി. അതെ. ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. പൊളി. ഇതാണ് ഏകദേശം ഒരു വ്യൂ. അതെ, ഈ ഒരു വ്യൂ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന അറിയില്ല. നമ്മൾ ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് അതിലൊരു ചെറിയൊരു ഗ്ലാസിന്റെ ഗ്യാപ്പിലാണ് ഇപ്പൊ ഇത് കാണുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഫുള്ളായിട്ട് ലൈക്കിന്റെ മുകളിലൂടെയാണ് നമ്മൾ പോണത്. വേറെ മൂഡ്. ഇയാള് തുറന്നുതരും. നമ്മളിവിടെ എത്തിയെന്ന് തോന്നുന്നു. നമ്മള് വെയിറ്റിംഗ് ആണ്. ആള് എത്തി. നമ്മൾ നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വാവ്, നമ്മൾ വന്ന വണ്ടി ഒന്ന് ശരിക്കൊന്ന് കാണണ്ടേ? ഇതിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ലേക്കിന്റെ മുകളിലൂടെ വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഈ വണ്ടിയാണ്. ഇതിലാണ് നമ്മളിവിടെ എത്തിയത്. ഇതിവിടെ ടെമ്പററി ആയിട്ട് അല്ലേ ഇവര് ഈ ഒരു ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് അല്ലേ ഈ ഷാർക്ക്? ഓക്കെ, അങ്ങനത്തെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. കാണാലോ, ഒരു കിഡിലൻ വ്യൂ തന്നെയാണ്. ഇനി നെക്സ്റ്റ് അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, എന്തായാലും ഈ ഫിഷിംഗ് ഒക്കെ നടന്ന് ഫിഷൊക്കെ നമുക്ക് കിട്ടുമോ ഇല്ലേ, എന്താ അവസ്ഥ എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ദൂരത്തു നിന്നാണ് നമ്മളിപ്പോൾ ഏകദേശം ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ. എന്തായാലും കിട്ടില്ല തണുപ്പ്. ഓക്കെ, ഇവിടെ എന്താണ് അകത്ത് എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഫിഷിങ്ങിനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ആണ്. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന വണ്ടി അവര് ഇപ്പൊ പോവാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്ത് തന്നിട്ടാണ് ഇവർ പോണത്. നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് നമ്മൾ ഇനി ഇവിടുന്ന് ഫിഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പോണത്. ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് ഉണ്ട്. ബ്രോ, ഇതെങ്ങനെയാണ് സംഭവം? എങ്ങനെയാണ് ബ്രോ ഇത്? ഐസിൽ ഡ്രില്ല് ഉപയോഗിച്ച് ഹോൾ ചെയ്തേക്കുന്നതാണ്. ഇതിന് മുകളിൽ ഇവിടെ ഇതിനുള്ളിലിരുന്ന് ഈ ഹീറ്റഡ് റൂമിനുള്ളിലിരുന്ന് നമുക്ക് ഫിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്.
പിന്നെ വേറെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഫിഷ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്ലീൻ ചെയ്യാനുള്ള സെറ്റപ്പ് ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരി ഒന്ന് പീസായിട്ട് നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് നമുക്ക് ഇരകളായിട്ട് നമുക്ക് കുറച്ച് മീൻ കുട്ടികളെ തന്നിട്ടുണ്ട്. മീൻകുട്ടികൾ മീൻകുട്ടികളെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചെറിയ മീൻകുട്ടികളെ നമ്മൾ കൊക്കയിൽ കോർത്തിട്ടുള്ള പരിപാടിയാണ്. സെറ്റ് അതെ, അവനെ നമ്മൾ ഇരയാക്കി കഴിഞ്ഞു ഗൈസ്. ഇരയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളെ ഫസ്റ്റ് ട്രൈ ആണ് മച്ചാനെ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? യെസ്, നമുക്ക് നോക്കാം എന്താവും എന്ന് ഒരു ഐഡിയ ഇല്ല. ബ്രോ ഇതിനു മുന്നേ ഫിഷിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ടോ? 1-2 പ്രാവശ്യം മാത്രം. എന്തായിരുന്നു അവസ്ഥ? നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇതുപോലുള്ള സെറ്റപ്പിലൊന്നും ആയിരുന്നില്ല. അന്ന് പറയുന്നത് ഞങ്ങൾ ഓപ്പൺ ലേക്കിലായിരുന്നു, നല്ല തണുപ്പായിരുന്നു. നമുക്കപ്പോ ഇപ്പൊ കിട്ടിയിട്ടുള്ള നല്ല നൈസ് സ്പോട്ടാണ്. ഇപ്പൊ തണുപ്പൊന്നും എന്ത് ചെയ്യണ്ട, സീനില്ല. അപ്പൊ നമുക്ക് അത്യാവശ്യം ടൈമൊക്കെ നിന്നുകൊണ്ട് നമുക്ക് നോക്കാം അല്ലേ? എന്താ അവസ്ഥ? വല്ലതും കൊത്തുന്നുണ്ടോ? ഇട്ടതല്ലേ ഉള്ളൂ. ശരിയാ. അതെ. എപ്പോഴും നമുക്ക് ഒരു മീൻസ് ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എപ്പോഴും മൈൻഡിൽ വരും എന്ത് കൊത്തുവോ എന്നുള്ളത്. എവിടെ നമുക്ക് നോക്കാം. എന്തായാലും ബാക്കിയുള്ളത് നമുക്ക് കാണാം. എന്റെ വീട് കാസർഗോഡ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഒരു ലോങ് വീക്കെൻഡ്. അതായത് കാനഡയിലെ എല്ലാ മാസങ്ങളിലും ലോങ് വീക്കെൻഡ്സുകളുണ്ട്. അപ്പോൾ ഈ ലോങ് വീക്കെൻഡിന് ഇവിടെ വന്നുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഐസ് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ലീഗലായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം. ഓക്കെ, ഫിഷിങ്ങിൻ്റെ ലൈസൻസും കാര്യങ്ങളും വേണം. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഫാമിലി ഡേ ആണ്. ഈ ഒരു ലോങ് വീക്കെൻഡ് ഫാമിലി ഡേ ആണ്. ഓക്കെ, ആ ഫാമിലി ഡേ ആയതുകൊണ്ട് തന്നെ ആർക്കും ലൈസൻസോ കാര്യങ്ങളോ വേണ്ട. ഞങ്ങളൊരു ലൈസൻസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നമുക്കിപ്പോൾ ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് എടുക്കാം, അതേപോലെ ഒരു വർഷത്തിനൊക്കെ ലൈസൻസ് എടുക്കാം. അപ്പോൾ അതിനൊക്കെ എമൗണ്ട് കൊടുക്കണം. ഓക്കെ, ഐ മീൻ ഒരു ഇത്ര $1 അതിന് ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഇന്നത്തെ ദിവസത്തിന് അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലൈസൻസ് ഒന്നും എടുക്കാതെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഫിഷിങ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല സൺഡേ വെതറാണ്. അപ്പോൾ എന്നിട്ട് -21 celsius ആണ് ഇപ്പോൾ ഇവിടെ എന്തുള്ളത്, തണുപ്പുള്ളത്. ആ തണുപ്പിലും നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റിനൊക്കെ ഇടയ്ക്കൊക്കെ സ്നോ മൊബൈലൊക്കെ അടുത്തു കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ ഷോട്ടൊക്കെ ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെന്തായാലും ആഡ് ചെയ്യും. ഗൈസ്, ഇവരെന്നെ ആരും വ്ളോഗ് ചെയ്യാൻ അയക്കുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതിരുന്നാലേ മീൻ കിട്ടുമെന്നുള്ളതാണ് ചിപ്പിയും യാസിറും പിന്നെ നമ്മുടെ ബോസും പറഞ്ഞ പിന്നെ ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഞാൻ മിണ്ടാതെ വ്ളോഗ് എടുക്കാതെ കുറച്ച് സമയത്തേക്ക് മീൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്യുന്നുണ്ട്. ബോസ് പറഞ്ഞു, അപ്പോൾ പിന്നെ കേൾക്കില്ലാതെ വേറെ നിവർത്തിയില്ല. ഓക്കെ, അപ്പോൾ മീൻ കിട്ടിയിട്ട് വരാം ഗൈസ്. എന്താ മീൻ കിട്ടിയോ? എല്ലാവരും ആകാംക്ഷയോടെ പോയി മീൻ കിട്ടിയതാണോ എന്ന് നോക്കിയതാണ്. അപ്പോഴത്തേക്കും അത് ലോക്കായതായിരുന്നു ഗൈസ്. പണി പാളിപ്പോയി ഗൈസ്. യാസറെ എന്തെങ്കിലും നടക്കുമോ? അയ്യോ, നടക്കുന്നുണ്ട്, യാസറും നടക്കുന്നുണ്ട്. ഓക്കെ, എന്താണ്? ഓക്കെ, ക്ഷമിക്കാം. വെള്ളത്തിന്റെ അടിയിൽ പോയ മീനിന്റെ റിയാക്ഷൻ എന്താണ് വെള്ളത്തിന്റെ അടിയിൽ പോയ മീൻ? നമ്മള് ഒരു മീൻ കൊത്തിന്ന് തോന്നുന്നുണ്ട്. ചിപ്പിയിട്ട ഇതിലാണ് ഇത് കൊത്തിയിട്ടുള്ളത്. എന്താ അവസ്ഥ? വലിക്കുന്നുണ്ട്. ഏട്ടാ പൊട്ടിയടാ, ചൂണ്ട പൊട്ടി ഗൈസ്. വലിയ മീൻ തന്നെ ആയിരുന്നു, പക്ഷെ ചൂണ്ട പൊട്ടി. ലെക്ക് എന്ന് പറഞ്ഞ സാധനം കൂടി വേണമെന്നുള്ളതാണ്. ചൂണ്ട പൊട്ടി ഗൈസ്. അപ്പോൾ അവരവിടെ
ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഒന്നും കിട്ടിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു പ്രാവശ്യം കണ്ടല്ലോ, കൊളത്തിയത് കണ്ടല്ലോ, അതേപോലെ അപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പം ഞാൻ ഇപ്പുറത്തും ഒരുപാട് ഇതുപോലെയുള്ള ഐഷാക്കുകളുണ്ട്. സ്ലേയിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോയി വിട്ടിട്ടുള്ള ഐഷാക്കുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് പോയി നോക്കാൻ പോവാണ്. ചിലപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കോ ഇല്ലേ എന്താണെന്നറിയില്ല, അവർക്ക് ഫിഷ് കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ വേറൊരു ഐഷാക്കും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാനുള്ള പ്ലാനിലാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഐഷാക്ക് കണ്ടിട്ടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് നടന്നുകൊണ്ട് ഏകദേശം ഒരു 500 മീറ്റർ ഉണ്ടാവും ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതർ നല്ല സണ്ണി വെതറായിട്ട് കാണാം, പക്ഷേ തണുപ്പ് അപ്പാര തണുപ്പാണ് കേട്ടോ. ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇവിടുത്തെ ഫ്രണ്ട്സ് നമുക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് കാണിച്ചു തന്നു. ഫിഷ് കാണിച്ചു തന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ഫിഷ് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഫിഷിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവർ ഓരോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈസായിട്ട് കാണാലോ. എന്താ കിടിലം വ്യൂ! ഈ ഒരു കിടിലം വ്യൂവും ഇവിടെ ഫിഷിങ്ങും വേറെ ഒരു കിടിലം വൈബ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ അടുത്ത ഒരു ഐഷാക്ക് പിടിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ അവരുടെ അടുത്ത് നമ്മൾ നൈസായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടി. ഓക്കെ, കൂടുതൽ വീഡിയോ എടുക്കണമെന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് അധികം അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ. ഞാൻ നൈസായിട്ടൊക്കെ സംസാരിച്ചു. അടിപൊളി. ഇവിടെ നൈറ്റ് വേറെ ഒരു ഫീലാണെന്നുള്ളതാണ് അവർ പറഞ്ഞത്. നൈറ്റിൽ ഭയങ്കര എന്താ പറയുക, സ്റ്റാറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി ഒരു വിഷ്വൽസാണ് നൈറ്റിൽ ഇവിടെ സ്റ്റേ ചെയ്ത് നമുക്ക് കിട്ടുക എന്നുള്ളതൊക്കെ അവിടുന്ന് അവർ പറഞ്ഞു. അങ്ങനെ നമ്മളങ്ങനെ പരിചയപ്പെട്ട ആൾക്കാർ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ഫിഷ് തന്നു. അവരവിടെ കഷ്ടപ്പെട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്ക് നൈസായിട്ട് ഈ മീനും കൊണ്ട് ഒന്ന് കയറി ചെല്ലുമ്പോൾ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എന്താന്ന് നോക്കാം ഗൈസ്. ഇത് നമ്മുടെ മീനല്ല, ഇത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന മീൻ ഗൈസ്. അങ്ങനെ വെറുതെ ഒന്നും നടന്നു പോകുന്ന വിചാരിച്ചതല്ല. എന്തെങ്കിലുമൊക്കെ ഇത് ഫ്രഷാണ്. എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ട് ഈ പോക്കിന് ഒരു അവസാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നു. മീൻ 46 സെന്റിമീറ്റർ കുറവാണ്. വീണ്ടും കൊളത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുടുങ്ങിയിട്ടുണ്ടല്ലേ? കൺഫേം കുടുങ്ങിയിട്ടുണ്ട്. ഓക്കെ, ചിപ്പിന്റെ തന്നെയാണ് വീണ്ടും കുടുങ്ങിയിട്ടുള്ളത്. ചിപ്പിന്റെ ചൂണ്ടിൽ തന്നെയാണ്. നമുക്ക് കിട്ടോ ഇല്ല എന്നുള്ളതാണ് ഇനിയിപ്പോ നോക്കേണ്ടത്. കൺഫേം കുടുങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓ, വളരെ എക്സൈറ്റ്മെന്റ്. ഓക്കെ അതിനാദ്യം കിട്ടട്ടെ. പൊന്തട്ടെ നൈസായിട്ട്. ഇതാ ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ. ബോസേ കളയല്ലേ കേട്ടോ. ഓ എന്റെ മോനെ, ഈ മീന് കിട്ടിയിട്ടില്ലെങ്കിൽ ട്രോളി കൊല്ലും ഞാൻ. തല കണ്ട് ഞാൻ കണ്ടോ? അതിനടുക്കൊന്നും എത്താനായിട്ടില്ല. അത്യാവശ്യം നല്ല ഹൈറ്റ് എവിടെ ഇവിടെയും നിക്ക് വെയിറ്റ് ഗ്ലൗസ് ഒക്കെ ചാടി. എന്ത് ചെയ്യാൻ? ടൈറ്റാക്കി വലിക്കാൻ പാടില്ല. കുറച്ച് നേരം കളിക്കാൻ വിടുക, ഇടയ്ക്ക് കുറച്ച് തുറന്നു വിടുക, അത് കഴിഞ്ഞ് വീണ്ടും ടൈറ്റ് ആക്കുക. അങ്ങനെ വിടല്ലേ? ഇതിപ്പോ ഇവിടെ നോക്ക്, നമ്മളെ കിട്ടി ഗൈസ്. എന്റെ മോനെ, ഇത് വേറെ ലെവല് സാധനം. കിഡിലൻ സാധനം കിട്ടി മോനെ. ഇത് നമ്മുടെ വിജയം. നിങ്ങളുടെ ചൂണ്ടയാണ്, ബട്ട് മറ്റേ സൈഡില് ഞങ്ങളുടെ മീനാണ്. അങ്ങനെ എല്ലാരും ഹാപ്പി ആയി ഗൈസ്. എല്ലാരും ഹാപ്പി. അത് കിടിലൻ മീൻ. ഹാപ്പി
യാസിറെ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പിടിച്ച മീനല്ലെങ്കിൽ എന്റെ കൂടെ വന്നവര് പിടിച്ച മീന് എനിക്ക് കിട്ടിയത്. അതും ഇത്ര വലിപ്പമുള്ളൊരു മീനല്ലേ? അതെ, ചോര കണ്ടു. സീൻ. ഉം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി ഫിഷൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അതിൽ നിന്നൊന്ന് ഫിഷിങ് ചെയ്ത് നോക്കിയാലെന്നുള്ളൊരു ചെറിയൊരു പ്ലാൻ വന്നേ. അപ്പോൾ നമ്മളിവിടെ ഒന്ന് കുഴിക്കാനുള്ള പ്ലാനാണ്. ബാഗൊക്കെ ഒന്ന് മാറ്റിയേക്കട്ടെ. ഇതിന്റെ അടിയിൽ വെള്ളമാണ്, ഫ്രീസായി കിടക്കുക. ഫുള്ള് ഫ്രീസായി കിടക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് എന്താ അവസ്ഥ എന്നൊന്ന് നോക്കട്ടെ. തണുപ്പായതുകൊണ്ട് എത്രത്തോളം കുഴിയുന്നുള്ളതൊന്നും അറിയില്ല. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഐഷാക്കിൽ കണ്ട പോലെ തന്നെ ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിൽ നമ്മളിവിടെ ഒന്ന് ഫിഷിങ് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. നല്ല കല്ലിലിട്ട് കുത്തുന്ന ഫീല്, മണ്ണിലിട്ട് കുത്തുന്നതല്ല, കല്ലിലിട്ട് കുത്തുന്ന ഒരു ഫീലാണ്. നടക്കോ യാസിറത്? എന്ത് കണക്കായി നടത്തണം അല്ലേ? ഇത് ഏകദേശം ഒരു 16 ഇഞ്ചെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ നേരത്തെ അവിടെ പോയ ആള് പറഞ്ഞത്. 16 ഇഞ്ചെങ്കിലും അടിയിലേക്ക് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. തടയോ? നോക്കാം. ഫ്രീസ് ആവുന്നുണ്ടാ, പെട്ടെന്ന് ഫ്രീസ് ആവുന്നുണ്ട് മോൾ ഭാഗമൊക്കെ. എന്താ ഒരു ഹസ്കി ബാക്കിൽ നോക്ക്. എവിടെ? ഓക്കെ. നൈസ്. അപ്പോൾ അങ്ങനെ ഒരു 4 മണിക്കൂർ ഞങ്ങളിവിടെ മാക്സിമം ട്രൈ ചെയ്തതിൽ നമുക്ക് കിട്ടിയത് ഒന്ന് കുമ്മനായിട്ട് കിട്ടിയതും പിന്നെ ഒന്ന് നമ്മൾ അധ്വാനിച്ച് പിടിച്ച്. അപ്പോൾ അങ്ങനെ ആ ഒരു മീൻ അത് അത്യാവശ്യം വലിയൊരു മീനായതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. നെക്സ്റ്റ് ഞങ്ങൾ ഒരു എയർബിഎൻബിയിൽ കോമഡി. അപ്പോൾ എയർബിഎൻബിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് പോണത്. അതിന് മുന്നേ ചിലപ്പോൾ ഫുഡും കഴിക്കും അല്ലേ? അങ്ങനെയൊക്കെയാണ് പ്ലാന്. ഓക്കെ, എനിവേ ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി എത്തി ഗൈസ്. ആളെത്തി. Everything is good. Wasn't bad. Did you catch some fish or no? Just one. Walleye? 46. It's right on. Yeah. That's a big fish, man. That's a big walleye. God. That's 46? Holy shit. It's big though. Nice fish. അങ്ങനെ വീണ്ടും വന്ന വണ്ടിയിൽ തന്നെ നമ്മൾ തിരിച്ചു പോവാണ്. ഓക്കെ, എല്ലാവരും നല്ല ടയേർഡാണ്. ഫുഡ് കഴിക്കണം. പിന്നെ ഇവിടെ വാഷ്റൂം സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വാഷ്റൂമിൽ കാര്യങ്ങളൊക്കെ പോകണം. അങ്ങനെയൊക്കെ എങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് കിട്ടിയ? അതെ, ഇനിയും ഇതേപോലെയുള്ള ഫിഷിങ്ങിനും കാര്യങ്ങളും എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും. അല്ലെങ്കിൽ വേറെ എവിടെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഫ്രോസൺ ലേക്കിൽ ഉള്ള ഫിഷിങ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ വണ്ടിയിൽ തിരിച്ചെത്തി പോലെ നമ്മൾ യാത്ര അടുത്തത് guys, bye guys, bye bye. Take care, man. Okay. See ya. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേത്തെ സൺലൈറ്റ് ഏകദേശം പോയി. സൺലൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നൈസ് അല്ലേ? വ്യൂ നൈസാണ് ശരിക്കും, അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. നല്ല തണുപ്പാണ്. ഹായ്, അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 12 മണിയാണ്. അപ്പോൾ നാളെ രാവിലെ എണീറ്റിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കുറേ അഡ്വഞ്ചർ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നാളെ, അതായത് അടുത്ത ദിവസത്തെ വീഡിയോയിലും അത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ വേണ്ടത് നാളെ അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രോപ്പർ സ്ലീപ്പാണ്. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്.